നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ദീർഘദൂര ബസ്സുകൾ കയറാൻ സാധ്യത കുറവെന്ന് സൂചന. പറഞ്ഞ സമയത്ത് കയറിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമെന്ന് നഗരസഭാ കൗൺസിൽ. കഴിഞ്ഞ വാരം മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചുകൂട്ടിയ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ യോഗത്തിൽ ഈ ആഴ്ച മുതൽ സ്വകാര്യ ബസ്സുകൾ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കയറി തുടങ്ങുമെന്ന് തീരുമാനിച്ചിരുന്നു. ബസ് ഉടമകൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അടുത്ത ദിവസം RTOയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തി സമവായത്തിലെത്തിയിരുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള സ്ക്വയർ മാറ്റി വീതി കൂട്ടുകയാണെങ്കിൽ ബസ് കയറാമെന്നായിരുന്നു തീരുമാനം. എന്നാൽ അതിനു മുമ്പ് തന്നെ ബസ്സുകൾ കയറി തുടങ്ങണമെന്ന് RTO നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ പത്രസമ്മേളനം നടത്തി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ സാക്ഷ്യമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവർ ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹികളല്ലെന്ന് എല്ലാ ഔദ്യോഗിക സംഘടനകളും പറഞ്ഞിരുന്നു. പക്ഷേ ബസ് ഉടമകളുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഔദ്യോഗിക ബസ് തൊഴിലാളി സംഘടനകൾ തന്നെ ഇക്കാര്യം അറിയിച്ചതായാണ് വിവരം. സമയത്തെ ബാധിക്കുമെന്നും പ്രയാസമാണെന്നും അവരും അറിയിച്ചിട്ടുണ്ടത്രേ. പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള സ്ക്വയർ മാറ്റി റോഡ് വീതി കൂട്ടി ഉയരം കുറയ്ക്കുന്ന രീതിയിൽ മാറ്റിയ ശേഷം മാത്രമേ ബസ്സുകൾ കയറാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നും പറയുന്നു. എന്നാൽ 2-ാം തീയതിക്ക് ശേഷവും മുൻകൂട്ടി പറഞ്ഞ പ്രകാരം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയില്ലെങ്കിൽ റോഡ് ഉപരോധ സമരത്തിന് ഇറങ്ങുമെന്നാണ് നഗരസഭാ കൗൺസിലർമാർ ഒന്നടങ്കം പറയുന്നത്. ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലും വിഷയം ചർച്ച ചെയ്തിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ കോടതിയലക്ഷ്യ കേസ് അടക്കമുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വക്കീൽ കൂടിയായ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ വി പറഞ്ഞത്. SS ന്യൂസ്, മലപ്പുറം.